എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്കത് നമ്മളിന്ന് വന്നിരിക്കുന്നത് കാർണോസോറസ് ആയിട്ടാണ്. ഞാൻ വേറെ ഡിനോസർ എടുക്കാൻ പറഞ്ഞു ഓർത്ത്, പക്ഷേ എന്തായാലും ഇത് കയറിപ്പോയില്ലേ, പിന്നെ ഇത് വെച്ച് നോക്കി. ഈ ഫൈറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് അടിക്കണം, ഫുഡ് കിട്ടണം, കുറച്ച് പരിപാടിയുണ്ട്. ഫുഡ് ഏരിയയിലൊന്നുമില്ല, അപ്പോൾ ഹണ്ട് ചെയ്യണം. ഇറങ്ങാം, ബാ. സ്റ്റാമിന കയറിയിട്ടുണ്ട്. പിന്നെ ഓടാം. കാർണോസോറസ് വെച്ച് കളിക്കുമ്പോൾ നല്ല സ്പീഡുണ്ട്. കാരണം വെച്ചാൽ എല്ലാത്തിനെയും വെച്ച് നോക്കുവാണെങ്കിൽ, അതായത് മറ്റേ നല്ല ഹൈ എന്താ നന്നായിട്ട് കടിക്കാൻ പാകത്തിനൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ സ്പീഡ് കാരണമൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ സ്റ്റാമിനയോ കാലോ ഒടിഞ്ഞോ തീർന്നു. ആദ്യം കുറച്ച് വെള്ളം കുടിച്ച് തന്നെ തുടങ്ങാം. ആരെയും കാണാനില്ല. അതിന് മുമ്പ് കാർണോസോറസ് ഉള്ള എല്ലാവരെയും നമുക്ക് ഇതാക്കിയിട്ടേക്കാം, ഫ്രണ്ടിലാക്കിയിട്ടേക്കാം. കാരണം എന്തേ ഇതിലാണോ ചെറുതാളാണ് കാണണമെന്ന് കാണാൻ പോലും കാരണം ഇല്ലേ ഈ കവറിൽ. അയ്യേ കാരണം അര നമ്മുടെ തന്നെയാണ്. നമ്മുടെ ആരുമില്ല പ്രത്യേകിച്ച്. ഇപ്പോൾ നമുക്കിതിൽ ഫൈറ്റിങ് കിട്ടുമ്പോൾ നമുക്ക് കാണാം. ഇതോടെ ഒരു ആസ്ട്രോറാപ്റ്റർ. നമുക്ക് അങ്ങോട്ട് പോവാം. ക്രോസ് ചെയ്യാം. മുകളിലേക്ക് നമുക്ക് ക്രോസ് ചെയ്തിട്ട് കാണാം. ക്രോസ് ചെയ്യാൻ പറഞ്ഞാൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതോ ആസ്ട്രോ വെക്കണം. നമുക്ക് ആടെടുത്തിട്ട് പോയിട്ട് ആദ്യം ആറാ നീ അയ്യോ ക്യാമറ ഈ ആസ്ട്രോറാപ്റ്റർ എന്ന് പറഞ്ഞാൽ കൂട്ടായിട്ട് കിടന്ന് അറ്റാക്ക് ചെയ്യും. അതാണ് ഏറ്റവും വലിയ ശല്യം. ഇവനെ തട്ടി നമുക്ക് ഇവൻ്റെ ഫുഡ് എടുക്കാം. നിക്കട അവിടെ അയ്യോ ആസ്ട്രോയിൻ്റെ കൂട്ടം അല്ല, ആസ്ട്രോയിൻ്റെ അല്ല, കയറി പിടിക്കാം. ആറാ നീ ഓടിക്കുക തുടങ്ങും. ഇവന്മാരെ കൊണ്ട് ഈ ചോട്ടകൾ അയ്യോ അയ്യോ എന്നെ കൊല്ലണേ. ശിവന്മാർ കൊന്നാലും നേക്കത്തില്ല. എന്നാലും എന്നെ കൊല്ലടിപ്പിച്ച് ഓടിക്കോ. ഞാൻ തള്ളി ശിവന്മാരെ കൊല്ലണം. നമുക്ക് ഫുഡില്ല, ഹെൽത്ത് കുറവാണ്, ഫുഡ് കുറവാണ്. ഇങ്ങോട്ടായിരിക്കും കയറി വന്നാലും നമുക്ക് അടിച്ചിടാം. ഫുഡുണ്ടോ നോക്കാം, എന്നിട്ട് നമുക്ക് കളയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അവിടെ പോയി ആരെയും കൊന്നിട്ടുണ്ടെങ്കിൽ കൊന്നിട്ട് ചത്തവനെ തിന്നാം. ധോന് അയ്യോ നമ്മുടെ മേത്ത് കയറി വെള്ളം ബേസ് ചെയ്ത് കളിക്കാം. പക്ഷെ മുതല പുറകിൽ നമുക്ക് കടിച്ചാലും നീ കടിച്ച് വെള്ളത്തിൽ ഇറങ്ങിയോണ്ട് നമുക്ക് കടിക്കാൻ പറ്റുള്ള. കൊടുത്തു ഒരുത്തനെ കൊന്നു ആംബുഷിൽ വെക്കാം. ഇതേ കൊന്നു സ്പൈനോ ഓടിക്കും, ഓടിത്തള്ളിക്കും. അത് തള്ളേണ്ട ആവശ്യം
സ്പൈനെ അടിക്കുമോ? സ്പൈന വെക്കുന്നു. സ്പൈനാണ് തട്ടിയാലോ? ചോട്ടാ സ്പൈന. പക്ഷെ നമുക്ക് ഹെൽത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ തട്ടാനുള്ള ഇതെല്ലാം നിൽക്കാം. അവൻ്റെ പരിപാടി വരുന്നു. പറയാൻ പറ്റില്ല, സ്പൈന നമ്മളെ കടിക്കാൻ വേണ്ടിയാണ്. ഡിഫൻസ് കൂടിയിട്ടുണ്ട് നമുക്ക്. അറ്റാക്ക് കൂടിയിട്ടുണ്ട്. ആസ്ട്രോനെ അടിച്ചിടണം. ആസ്ട്രോനെ അടിച്ചിടാൻ പോവാണ്. ആസ്ട്രോയ്ക്ക് കടി. അടുത്ത കടി ആസ്ട്രോ ഞെട്ടു. നമുക്ക് കൊല്ലാൻ പറ്റുന്ന എല്ലാവരെയും കണ്ടിട്ടുണ്ട്. ഇനി കുറച്ച് അവിടെ പോയി നിൽക്കാം. മലേൻ്റെ അവിടെ സ്പൈനോ വന്നിട്ട് നടക്കാൻ കുറച്ച് ബ്ലീഡ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പൈനുമായിട്ടൊന്ന് മുട്ടി നോക്കാം. കാരണം ചെറിയ സ്പൈന ആയതുകൊണ്ട് നമുക്ക് കൊല്ലാൻ 50% അല്ല 60-40% ചാൻസൊക്കെ ഉണ്ടാവാം. അതായത് അവിടെ പൊട്ടറ്റോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുക. ഫുഡ് ഒരുവിധം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മറ്റേ പൊട്ടാറ്റോ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് പൊട്ടാറ്റോ നോക്കുന്നു. ഇവന് പുതിയ അപ്ഡേഷനൊക്കെ വന്നെന്ന് പറഞ്ഞ് കൊണ്ട് എണീറ്റ് നിൽക്കുന്നു. അവനെ അങ്കേലോസോറസ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്പൈനോനെ അല്ലെങ്കിൽ ഇവനെ നമുക്ക് ആരെങ്കിലും എടുക്കണം, എന്നാലല്ലേ വീഡിയോ തിരിച്ചൊക്കെ ഉണ്ടാവും. നമുക്ക് നോക്കാം ആരെ കിട്ടും. പക്ഷെ അങ്കേലോസോറസിന് ഭയങ്കര പാടാ കൊല്ലാൻ. പൊട്ടറ്റോ അത് മതി. സ്പൈന് തോന്നും വെള്ളത്തിൽ യൂസ് ചെയ്ത്. ഈ പൊടിപ്പിള്ളേരെ ആദ്യം തട്ടേണ്ടി വരുന്നു. മര്യാദയ്ക്ക് ഇവന്മാർ പോകുന്നു. ഇവന്മാർ ഭയങ്കര ശല്യമായി ഇങ്ങനെ ലോക്കിൽ ചെയ്തുകൊണ്ടിരിക്കും. ചാവാൻ പോകുന്ന കടിച്ചുകൊണ്ടിരിക്കും. എന്ത് കഷ്ടമാണ് നോക്കി. ഒഴുക്കേണ്ടി എല്ലാം ഇടിഞ്ഞ അവിടുത്തെ. എന്തിനാരാണ് ഒരു സ്പൈന വരുന്നു. ഈ സ്പൈനാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ബേസ് കളഞ്ഞു. ഈ മര്യാദയ്ക്ക് ഇവിടെ കിടന്നൊരു ഫൈറ്റ് ചെയ്യായിരുന്നു. ഹെൽത്ത് സ്റ്റാമിനയൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷേ സ്ലീപ്പിംഗ് പെർസെൻറ്റേജ് കുഴപ്പമില്ല, 78 ഇവിടെ. കാരണം വരുമ്പോൾ ഉമ്മാർ വന്നില്ലടാ സ്പൈന. കാറിൻ്റെ കുഞ്ഞി കഴിഞ്ഞിട്ട് അവൻ കിടക്കവനെ അവനെ പോയി തട്ടിയാലോ എന്ന് ആലോചിക്കുക. പക്ഷെ വേണ്ട, പാവ. നമുക്ക് സ്പൈനോനെ എടുക്കാം. ഫുഡ് കൊണ്ടുവരാൻ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആരും കട്ട ഇത്ര ഹങ്കർ സ്റ്റാൻഡാണ്. ആ സ്പൈനാണെങ്കിൽ പക്ഷെ നമ്മൾ നേരെ ഇപ്പം ചെന്ന് കൊല്ലാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാൻ അടിക്കും. അതുകൊണ്ട് നമുക്ക് കയറി ചൊറിയാം. എന്താ സ്പൈനെടുത്ത് കളിക്കാൻ തന്നെ വേറെ ഫീലാണ്. ഒരു എന്താ വെള്ളത്തിൽ കൂടെയും പോവാം, കരയിൽ കൂടെയും പോവാം. സ്പൈന ഇങ്ങോട്ടൊന്ന് വന്നായിരുന്നെങ്കിൽ അത് സ്പൈന കരയിൽ കയറിയിട്ടുണ്ട്. അങ്ങോട്ട് എടുത്ത് കൊടുത്തു പറഞ്ഞു. അയ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല ബ്ലീഡായിട്ടുണ്ട്. ബ്ലീഡ് 2 കിട്ടിയിട്ടുണ്ട്. ഗിഗ ഗിഗ ഗിഗ. ഈ സർവറിലാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒറ്റ ഇതിനെയും കണ്ടില്ല. നമുക്ക് ഇവിടെ കിടക്കാം. ഈ എന്താ കാർണോനെ വെച്ച് കളിക്കുവാണെങ്കിൽ അടിക്കുക, ഓടുക, കിടക്കുക, അടിക്കുക, ഓടുക, കിടക്കുക, റിപ്പീറ്റ്, അടിക്കുക, ഓടുക, കിടക്കുക. ഇത് തന്നെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. കാരണം വെച്ച് കളിക്കാൻ ഒരു ഫീൽ തന്നെ. സ്പൈന നമ്മൾ ടാർഗറ്റ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷേ മറ്റേ പൊട്ടറ്റോ അവിടെ വെക്കുന്നുണ്ട്. പൊട്ടറ്റോൻ്റെ അടുത്ത് ആരാ നിൽക്കണേ? കാണാൻ പറ്റില്ല. പൊട്ടറ്റോ മറച്ചു വെച്ചേക്കുക. വേറൊരു പൊട്ടറ്റോ. 2 പൊട്ടറ്റോ വന്നിരിക്കുക. 2 പേരും ചന്ന പിന്നെ അടിച്ചെല്ലാം ഓടിക്കും. ഗിഗേനെ തട്ടിയാലോ? ഗിഗേനെ തട്ടിയിട്ട് കാര്യമില്ല. മറ്റേ പൊട്ടറ്റോ ചെറുതാണല്ലേ. ചെറുതാ. എടാ സ്പൈന എന്താ കാണിക്കണേ അവിടെ കിടന്ന്? ചെറിയ പൊട്ടനെ തട്ടിയാലോ?
പൊട്ടനെ പിടിച്ചേ. പൊട്ടറ്റ് ചത്തോ? ഇല്ല. നമുക്ക് ഡ്രിഫ്റ്റൊക്കെ അടിക്കാൻ പറ്റും. ആംബുഷൻ്റെ സ്പീഡ് എന്ന് പറയുമെങ്കിൽ നമുക്ക് ആ പൊട്ടാറ്റോനെ തട്ടാം. അവൻ്റെ സ്കിന്ന് നോക്കിക്കേ. നമ്മൾ അടിക്കാൻ വേണ്ടി നിൽക്കുക. ഒന്ന് കൊടുത്തു നമ്മൾ. നമുക്ക് നേരെ പോയി തല വെച്ച് കുളിക്കണം. പക്ഷേ ഇവനെ തട്ടിയാലോ? ആറിനാണ് എൻ്റെ വായിൻ്റെയാണ് ഒറ്റക്കെട്ട്. ഞാൻ ചോട്ടയാണ് നമ്മൾ തട്ടത്തില്ല. നിങ്ങളാരെങ്കിലും ആ ഗിഗ വീണുണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ ഞാൻ കണ്ടില്ലാത്തത് ഞാൻ പിന്നെ ചെയ്തിട്ട് വരാം. പിന്നെ ഗിഗനേറ്റ് പോകണ കാണുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഗിഗയ്ക്ക് നല്ല ബ്ലീഡുണ്ട്. ഫുൾ അടിച്ചാലോ? നമുക്ക് കംഫർട്ട് ലെവൽ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ദൂരെ പോയി നിൽക്കണം. കംഫർട്ട് 42 എന്തോ ഉള്ളൂ. 42 45 ആലോചിച്ച് പോയി. കംഫർട്ട് ലെവൽ കുറവായിട്ട് ആരെങ്കിലും വന്ന് കൊല്ലാറായി. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നമ്മുടെ പുറകെ കിടക്കുക. എന്നിട്ട് ബ്ലീഡ് അടിച്ച് എത്താലോ? കംഫർട്ട് ഇല്ലാകുമ്പോൾ കിടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മറ്റവൻ ചത്ത. അയ്യോ, ചാർട്ടിലൊക്കെ എന്നെ ഹെൽത്തോ. ഹായ്, ഗിഗേനെ തട്ടാം. ചുമ്മാ ചിലപ്പോൾ തട്ടാം. ചാൻസ് കിട്ടിയാൽ തട്ടാം. ശിവൻ ഇവനെ ബാൻ അടിക്കാൻ പറ്റത്തില്ലേ? നമുക്ക് ബാൻ ചെയ്യാൻ പറ്റും. ഇവനെ വേണമെങ്കിൽ നമ്മളെ ബാൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കമൻറ്റും ചെയ്യുക.